ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാറിനെ കയ്യേറ്റം ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ഇല്ല. മാനേജർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയല്ല. ഇരുവരും സംസാരിക്കുന്നതും തർക്കിക്കുന്നതും ദൃശ്യങ്ങളിൽ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്ന ഉണ്ണിയുടെ വാദം ശരിവെച്ച് പോലീസ്. നടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വാദം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാറിനെ കയ്യേറ്റം ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ഇല്ല. ഉണ്ണി മുകുന്ദൻ തന്നെ ആക്രമിച്ചു എന്ന മാനേജർ വിപിൻ കുമാറിന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് പോലീസ്. വിപിൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയല്ല. ഫ്ളാറ്റിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമിച്ചതിന് തെളിവുകളില്ലെന്നാണ് ഇൻഫോപാർക്ക് പോലീസ് കണ്ടെത്തിയത്. അതേസമയം കേസിൽ ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഉണ്ണിയുടെ വാദം. കാക്കനാട് DLF ഫ്ളാറ്റിലെ പാർക്കിങ്ങിൽ വെച്ച് ഇരുവരും കാണുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയ ഉണ്ണി മുകുന്ദൻ മാനേജർ വിപിൻകുമാറുമായി സംസാരിക്കുന്നതും ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ കയ്യേറ്റം ചെയ്യുന്നതായി CCTVയിൽ ഇല്ല. ഉണ്ണി മുകുന്ദൻ വിപിന്റെ കണ്ണാടി പൊട്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. താൻ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും താൻ കണ്ണാടി പൊട്ടിച്ചെന്നും ഉണ്ണി മുകുന്ദൻ സമ്മതിച്ചിരുന്നു. നരിവേട്ട സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് PRO വിപിൻ കുമാറിന്റെ ആരോപണം. ഉണ്ണി മുകുന്ദന്റെ വിശദീകരണം: ഒരു സുഹൃത്തിനെപ്പോലെ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്നയാളാണ് വിപിൻ കുമാർ. അപവാദം പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു. CCTV ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അയാളിപ്പോൾ. നരിവേട്ട സിനിമയ്ക്കെതിരെ താൻ രംഗത്തു വന്നെന്ന് പറഞ്ഞ് ടോവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ്. ടോവിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന നരിവേട്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൂർച്ചയേറിയ ആയുധം പോലെ തുളഞ്ഞു കയറുന്ന ചില ചിത്രങ്ങളുണ്ട്. പറയുന്ന വിഷയം കൊണ്ടും അവതരണ രീതി കൊണ്ടും ഭാഷാഭേദമില്ലാതെ ഏവർക്കും ആസ്വദിക്കാവുന്നവയായിരിക്കും അത്തരം ചിത്രങ്ങൾ. പ്രേക്ഷകനെ ദിവസങ്ങളോളം മാനസികമായി വേട്ടയാടുകയും ചെയ്യുന്നവയും ഇക്കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ഒരു ചിത്രമാണ് അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടോവിനോ തോമസ് നായകനായി എത്തിയ നരിവേട്ട. നരിവേട്ട സംസാരിക്കുന്നത് ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളാണ്. വർഗീസ് പീറ്റർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതയാത്രയാണ് ഒരർത്ഥത്തിൽ നരിവേട്ട എന്ന ചിത്രം. PSC വഴി ലഭിച്ച പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ പ്രവേശിക്കേണ്ടി വരുന്ന വർഗീസ് പീറ്ററാണ് ചിത്രത്തിലെ നായകൻ. ഇദ്ദേഹത്തിന് ചിയമ്പം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ആദിവാസി ഭൂസമരത്തിന് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നു. തുടർന്ന് ഈ കഥാപാത്രം കൺമുമ്പിൽ കാണുന്ന സംഭവങ്ങളാണ് നരിവേട്ട എന്ന ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. നരിവേട്ട എന്ന ചിത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രേക്ഷകർക്ക് അപരിചിതമല്ല. ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ കാണാനാവുക. പൊതുസമൂഹം ഇവരെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നരിവേട്ട. ചിത്രം രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. അത് പക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അനുകൂലിച്ചോ കുറ്റപ്പെടുത്തിയോ അല്ലെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് പുതിയൊരു കഥാപരിസരത്തേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ നരിവേട്ട അണിയറപ്രവർത്തകർക്ക് സാധിച്ചു എന്നത് നിസ്സംശയം പറയാം. സർക്കാർ സംവിധാനങ്ങൾ ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് നരിവേട്ട ചർച്ച ചെയ്യുന്ന പ്രധാന വസ്തുതകളിൽ ഒന്ന്. ആദിവാസികൾ മുഖ്യധാരാ സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും അതിനു മുൻപിൽ പോലീസിനും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്കാണ് മറ്റൊന്ന്. പോലീസിലെ മേലധികാരികൾ തങ്ങളുടെ താഴെക്കീഴിലുള്ളവരെ എങ്ങനെ സ്വന്തം വരുതിയിൽ കൊണ്ടുവരുന്നു എന്നതും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളെ പ്രേക്ഷകന്റെ നെഞ്ചു പൊട്ടിക്കും വിധം അവതരിപ്പിച്ചു എന്നിടത്താണ് അബിൻ ജോസഫ് എന്ന തിരക്കഥാകൃത്തും അനുരാജ് മനോഹർ എന്ന സംവിധായകനും വിജയിക്കുന്നതും കയ്യടി നേടുന്നതും. താരപ്രകടനങ്ങളിലേക്ക് വന്നാൽ വർഗീസ് പീറ്ററായി എത്തിയ ടോവിനോയിൽ നിന്ന് തുടങ്ങാം. ജീവിതത്തിലും ജോലിയിലും നിസ്സഹായനാകുന്ന വർഗീസ് പീറ്റർ ടോവിനോയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ വേഷമെന്ന് നിസ്സംശയം പറയാം. പ്രണയത്തിൽ പോലും നിസ്സഹായനായ വർഗീസിൽ നിന്ന് മേലധികാരികളുടെ ആജ്ഞകൾക്ക് മുന്നിൽ നിസ്സഹായനാകുന്ന വർഗീസിലേക്ക് അനായാസമായിരുന്നു ടോവിനോയുടെ
ട്രാൻസ്ഫോർമേഷൻ. ഇതിനൊപ്പം പറയേണ്ട കഥാപാത്രമാണ് ചേരൻ അവതരിപ്പിച്ച രഘുറാം. ഓട്ടോഗ്രാഫ്, പൊക്കിഷം തുടങ്ങിയ ലഘുവായ ചിത്രങ്ങൾ ചെയ്ത അതേയാൾ തന്നെയാണോ എന്ന് തോന്നിക്കുന്ന വിധം രഘുറാമിനെ ചേരൻ മികച്ചതാക്കി. ശാന്തി എന്ന ഗോത്രസഭാ നേതാവിന്റെ വേഷം ആര്യ സലീമിൽ ഭദ്രമായിരുന്നു. ആദിവാസി വിഭാഗത്തിന്റെ ഭാഷ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നതും അഭിനന്ദനാർഹമാണെന്നാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ. ബഷീർ സാർ തിയേറ്റർ വിട്ടിറങ്ങിയാലും കൂടെ പോരും. താമി എന്ന ആദിവാസി ചെറുപ്പക്കാരനെ അവതരിപ്പിച്ച പ്രണവ് എന്ന നവാഗതന്റെ പ്രകടനവും കൈയടിപ്പിക്കുന്നതാണ്. പ്രിയംവദ കൃഷ്ണൻ, കാതൽ, സുധി, നന്ദു കൃഷ്ണൻ എന്നിവരും മികച്ചതായിരുന്നു. ജേക്സ് ബിജോയിയുടെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് പറയാതെ നരിവേട്ടയെക്കുറിച്ചുള്ള ആസ്വാദനം പൂർത്തിയാവില്ല. ഭൂസമര രംഗങ്ങൾക്ക് ജേക്സിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നൽകുന്ന ബലം ചെറുതൊന്നുമല്ല. ഒരു പക്കാ കൊമേഴ്സ്യൽ സിനിമയായാലും ശക്തമായ രാഷ്ട്രീയം പറയുന്ന കാര്യഗൗരവമാർന്ന സിനിമയായും നരിവേട്ടയെ സമീപിക്കാം. മസ്റ്റ് വാച്ചാണ് നരിവേട്ട. കണ്ണപ്പയുടെ നിർണായക രംഗങ്ങളുള്ള ഹാർഡ് ഡിസ്ക് കാണാനില്ല. പിന്നിലാരെ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് കണ്ണപ്പ. മോഹൻലാലും സിനിമയിൽ കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഇപ്പോഴിതാ സിനിമയുടെ VFX അടങ്ങിയ ഹാർഡ് ഡിസ്ക് മോഷണം പോയിരിക്കുകയാണ്. ഹാർഡ് ഡ്രൈവ് മുംബൈയിലെ ഫിലിം നഗറിലെ 24 ഫ്രെയിംസ് ഫാക്ടറിയിലേക്ക് കൊറിയർ വഴി അയച്ചിരുന്നു. ഈ ഹാർഡ് ഡ്രൈവ് ഓഫീസ് ബോയ് രഘു കൈപ്പറ്റിയതായും പിന്നീട് ചരിത എന്ന യുവതിക്ക് കൈമാറിയതുമായാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിനിമയുടെ നിർമ്മാതാവ് ഫിലിം നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ സിനിമയിലെ പ്രഭാസിന്റെ ലുക്കും ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുന്നേ ചോർന്നിരുന്നു. ഇതും സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാണ് ചോർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുക്കുന്നത്. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. ജൂൺ 27-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, VFX എന്റർടൈൻമെന്റ്സ്, AVA എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.